എല്ലാവരും ഒരേപോലെ കാത്തിരുന്ന വീഡിയോ ആട്ടെ ഈ വൈസറി കല്യാണം. ഒരുപാട് പേരായി ചോദിക്കുന്നു, ചേച്ചി എന്താ ഇടാത്ത എന്താ ഇടത്ത്. ഞങ്ങൾ കുറച്ച് തിരക്കിലായിരുന്നു, വേറെ പലതിൻ്റെയും പിന്നാലെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. വിശദമായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ട അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ സ്റ്റേജെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെയാണ്, അതായത് ചേട്ടന്മാരൊക്കെ തന്നെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് 2 ദിവസം മുന്നേ 5 വീഡിയോസൊക്കെ കണ്ടിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ദിവസം കൺഫ്യൂഷൻ ആവല്ലോ. ഒരുപാട് ചടങ്ങുകളുണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ട്, പലയിടത്തും വ്യത്യസ്തമാണ് ആ ചടങ്ങുകളൊക്കെ. സ്വാഗതം. അപ്പൊ നമ്മുടെ കുഞ്ഞോളുടെ കുഞ്ഞിക്കല്യാണാണ്, ഋതുമതി കല്യാണാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കാണ്. കുറെ ദൂരം ഉള്ളതുകൊണ്ട് തൊട്ടപ്പുറത്താണ് കേട്ടോ, നടന്നു പോണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് പന്തലും സംഭവങ്ങളൊക്കെ. നല്ല ഗ്രാൻഡ് ആയിട്ടാണ് സംഭവം. എല്ലാരും എത്തിയിട്ടുണ്ട്. മുത്തട്ടൻ ഗൾഫിൽ നിന്ന് വന്നത് എല്ലാരും അറിഞ്ഞല്ലോ, എല്ലാ പരിപാടിയും. അതെ, കന്നഡ പണ്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്. ലീനൊക്കെ എത്തിയിട്ടുണ്ട്. അഞ്ചു ചേച്ചിയും അതും നമ്മുടെ ടീംസും ഒക്കെ അങ്ങോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അച്ഛൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും ഒന്ന് ശരിയാണ്. അപ്പൊ ചേച്ചിയുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ കൊച്ചിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാരുടെ ബസ്സിനും ട്രാവലറിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടേതായ ആൾക്കാരുടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചടങ്ങുകളുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണാൻ പോകുന്നത്. ടി വിയിലും ഐ മീൻ ഫോണിലും റീലിലൊക്കെ കണ്ടു എന്നല്ലാതെ വേറൊരു ഒരു ബോധം ഇതിനെക്കുറിച്ചില്ല. എൻ്റെ ഒന്നും ഇങ്ങനെ നടത്തിയിട്ടില്ല. എന്നൊക്കെ അന്ന് ആ ദിവസം തന്നെ എൻ്റെ അമ്മ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. വലിയ സംഭവങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ദിവേശിയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ എന്താ പറയുക താക്കോല് ഞങ്ങളെല്ലാവരും കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നല്ല രീതിയിലെല്ലാം നടക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ ഒരുക്കണ കേസായാലും ഈ ഡെക്കറേഷൻ്റെ കേസായാലും ചടങ്ങുകളുടെ കേസായാലും എല്ലാവരുടെ കയ്യിലും ഓരോ ഉത്തരവാദിത്തങ്ങൾ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മണി 10:30 കൂടിയിട്ടാണ് കുഞ്ഞിനെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ 10 മണിയോട് കൂടിയിട്ടാണ് എല്ലാവരോടും വരാനും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഒരു 9:30 ആയപ്പോഴേക്കും റെഡിയായി. കാരണം തൊട്ട് മുന്നിലാണ് വലിയേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്. അപ്പോൾ വേഗം എത്തണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായെന്നൊക്കെ നോക്കണം. അപ്പോൾ അതും വേഗം എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്, അതാണ് മെയിൻ. അപ്പോൾ നിഖിൽ ചേട്ടൻ ഇവിടെ എന്തോ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാൾ വലിച്ചിട്ടുണ്ട്, പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് അതിൽ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചേച്ചിയുടെ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ബസ്സിലാണ്. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഞങ്ങളുടെ കല്യാണപ്പെണ്ണ് അമ്മായിയുടെ സാരി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കുഞ്ഞൊന്നും ചെയ്യാനില്ല. എല്ലാവരും കൂടിയും വന്നിട്ട് നമ്മൾ കുളിപ്പിക്കരുത്. ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ആ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ടുള്ളൂ. ആ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ചുറ്റേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമ്മൾ എണ്ണിറതും മഞ്ഞളൊക്കെ തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 3 കുടം വെള്ളം വേണം. അതായത് ഈ ഒരു 3 കുടത്തിലും വെള്ളം വേണം. ഒരെണ്ണത്തിൽ പാല്, ഒരെണ്ണത്തിൽ മഞ്ഞൾ വെള്ളം, ഒരെണ്ണത്തിൽ പൂ കേട്ടോ. അങ്ങനെയാണ് തലയിൽ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നതും. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇത് ചെയ്തിട്ടുമില്ല, പറഞ്ഞ് കേട്ടിട്ടുമില്ല. യൂട്യൂബിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണും, അത് ഫുള്ളും ഞാൻ ഇത് കാണാറില്ല. അപ്പം ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചടങ്ങുകളെ കുറിച്ചൊരു അവലോകനം എനിക്കുണ്ടായില്ല. പിന്നെ അഞ്ജനയൊക്കെ ആയിട്ട് ഇരുന്ന് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഒരു അവലോകനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടതിൻ്റെ ബേസിലും പിന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കാരണന്മാരോടും ചോദിച്ചിട്ടൊക്കെ, അമ്മയോടൊക്കെ ആയാലും ചോദിച്ചിട്ടൊക്കെ ഒരു നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുനെ ദേഹം ഈ ഒരു ഡ്രസ്സിൽ, ഈ ഒരു കോസ്റ്റ്യൂമിലിട്ട പട്ടുപാടൊരു ജാക്കറ്റും മുണ്ടും ഇങ്ങനെ ഇടിപ്പിച്ചിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് ഇരുത്താൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നു. സ്റ്റേജിൽ നമ്മൾ ഇതേപോലെ വലിയൊരു താമരപ്പീഠം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണ് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കും, അതിനുശേഷം മഞ്ഞൾ വരട്ടും. പിന്നെ ഈ 3 കുടങ്ങൾ ഓരോന്നായിട്ടും വെള്ളം തലയിൽ കൂടെ ഒഴിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടോളും. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ സ്വന്തം അതുലും അമ്മലും പൊന്നും എത്തിയിട്ടുണ്ട്. ഡിക്സൺ എന്നാണ് എൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും സൈഡിൽ കൂടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിൽ കയറ്റിയിട്ട് അവിടെ കാരണന്മാരാരെങ്കിലും തലയിൽ എണ്ണ ഒഴിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. സ്റ്റേജിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പിള്ളേരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളക്കൊക്കെ കത്തിച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച്. പല്ലൊക്കെ ആണെങ്കിൽ ഫുൾ വണ്ടടിച്ചിരി അങ്ങനെ ഭയങ്കര ഒരു അതിശയം പോലെ നോക്കി നിൽക്കുകയാണ്. എന്താ ചെയ്യണേ, കുഞ്ഞോളേച്ചിന് എന്താ ചെയ്യണേ, എന്തൊക്കെയാണ് തലയിൽ ഒഴിക്കുന്നത്, മേത്തൊക്കെ തേക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ കൂടെ അന്നത്തെ ദിവസം ഫുൾ
ഒരു വാച്ച്മാനായിട്ട് നമ്മുടെ അല്ലുക്കുട്ടനുണ്ടായിരുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവന്മാർ ഒരു ബഹളം ഒന്നില്ലാണ്ട് ഒരു കാര്യം ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നത്. നിങ്ങൾ അല്ലൂനൊന്ന് ശ്രദ്ധിച്ച് നോക്കൂട്ടോ. അവനിങ്ങനെ ചേച്ചീനെ കൊണ്ടിവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ, ഇതെന്താ പരിപാടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. കൂടെ എവിയുണ്ട്, കാശിക്കുട്ടനുണ്ട്, എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഞങ്ങളിന്ന്. ഇതിനിടയിൽ കൂടെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇത്രയും പേര് ഇവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളാണ്. വന്ന് കയറിയതും ഉള്ളതുമായ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്നിട്ട് മഞ്ഞളൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഇവളെ കുളിപ്പിക്കാൻ എണീപ്പിക്കുക. അതിന് മുന്നായിട്ട് ഈ 3 കുടം തലയിൽ ഒഴിക്കണം കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിൽ നിന്ന് വിപരീതമായി അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഡൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഓരോ നാട്ടിലും വ്യത്യാസമാണല്ലോ. നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. നമ്മളൊരു അറിയണ പോലെയാണ് എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യുന്നത്. രസമാട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത്രയും പേര്, പിന്നെ ക്യാമറ, ചെറിയ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം തന്നെയാണ്. അപ്പം ഇതേപോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ എങ്ങനെ ഇതേപോലെ ഇപ്പോൾ ഒരുപാട് ചടങ്ങുണ്ടല്ലോ. കല്യാണത്തിൻ്റെ തലേദിവസം ഇങ്ങനെ മഞ്ഞളൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കുക, ഇതേപോലത്തെ ഫോട്ടോസും മറ്റേ എന്താ ഹൽദിയോ സംഗീതോ അങ്ങനത്തെ സംഭവമല്ലേ. അപ്പോൾ അതിനിങ്ങനെ തന്നെയാണല്ലോ. അപ്പം നമ്മളത് സമയത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ ചടങ്ങുകളൊക്കെ വളരെ പെട്ടെന്ന് കഴിയുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്യൂബർട്ടി സെറമണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്രാൻഡാണ്. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുള്ള അമ്മമാർ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ചടങ്ങിന്, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ. ഉണ്ണികൾ വലിയ മക്കളാവല്ലേ ഈ ഒരു ദിവസം തൊട്ട്. അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ്. കാരണം നമുക്കറിയാലോ നമ്മുടെ അമ്മമാർക്ക് അത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ എന്താ പറയുക, ഈ പീരിയഡ്സ് ആയ സമയത്ത് അമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും മനസ്സിലായില്ല. ഇപ്പം മനസ്സിലാവുന്നുണ്ട് എന്താണ് ആ കരഞ്ഞതിൻ്റെ മീനിങ് എന്ന്. അതിനകത്തോട്ട് കുറച്ചുകൂടി നമ്മളൊന്ന് കെയർഫുള്ളായിരിക്കണം സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒലക്കൊട ചൂടിയിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് എല്ലാവരും കൂടിയിട്ട്. കുറവേയും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല ഈ സംഭവം വിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് ട്രൈ ഒക്കെ ചെയ്ത് നൈസായിരുന്നു. നമ്മളെ വീട്ടിൽ എല്ലാവരും ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് രസമാണ്. എല്ലാവർക്കും എല്ലാതും മനസ്സിലാവും. നമ്മൾക്ക് ഫുൾ ഫ്രീഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചേച്ചി ആയാലും വല്യമ്മ ആയാലും എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങളിങ്ങനെ ചെയ്യണോ ചെയ്തോ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു കുഞ്ഞിൻ്റെ കല്യാണത്തിനപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നവർ കളിച്ചു. അതല്ലാതെ ആ ഒരു സംഭവമില്ല. എല്ലാവർക്കും എല്ലാവരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ല ഭംഗിയാക്കുക. എല്ലാവരും അവിടെ തന്നെയല്ല, നമ്മുടെ വീട്ടിലത്തെ എല്ലാ ഫങ്ഷനും അങ്ങനെ തന്നെയാണ്. നല്ല കോർഡിനേഷനാണ് കേട്ടോ. മാറി നിൽക്കുക പിടിക്കുക അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആട്ടോ. അങ്ങനത്തെ ഒരു വീട്ടിൽ ചെന്ന് കയറുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ പറയല്ല, ഞാനതൊരു വേറൊരു
ജീവിതത്തിലും ഞാൻ ഇത്രയും കോർഡിനേഷനോട് കൂടിയിട്ട് ആത്മാർത്ഥയോട് കൂടിയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയാണ്. അതായത് തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ് അല്ലാതെ നമ്മളെ വീട്ടിലൊക്കെ കുറച്ചും കൂടി അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അതൊരു ഭയങ്കര ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ കുളിപ്പിച്ച് വന്നപ്പോൾ തലയിൽ ഇതേപോലെ മുണ്ടൊക്കെ ഇട്ടിട്ട് നിറഞ്ഞ നാളികേരം കാണണം, കുറേ നാളികേരമുള്ള കൊല കാണണം. അതിന് മുന്നായിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ. പിന്നെ അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് നാളികേരം നോക്കിയതിന് ശേഷം കയ്യിലുള്ള ആ ഒരു പ്ലേറ്റ് മുകളിലേക്ക് വെള്ളം ഉണ്ടായില്ല മുകളിലേക്ക് കയറേണ്ട ബസ്സിലേക്ക് ഇറങ്ങി. അതിനുശേഷം ആ ഒരു കർട്ടൻ നീക്കിയിട്ട് ആങ്ങളേനെ കാണും. ആങ്ങളേനെ കണ്ടതിന് ശേഷം മുന്നിലായിട്ടൊരു നാളികേരം വെച്ചിട്ടുണ്ടായിരിക്കണം. അത് വെട്ടിയിട്ട് ആ കുടം ചെരിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് കയറണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനവിടെ കണ്ടൊരു ഇത് വെച്ചിട്ടാട്ടോ ഞാൻ പറയണത്. എന്നിട്ട് ഉള്ളിൽ കയറിയിട്ടാണ് അവിടെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, പച്ചക്കറികൾ, അങ്ങനത്തെ കുറച്ച് ഞാൻ കാണിച്ചു തരാം, വീഡിയോ വരുന്നുണ്ട്. അതുമല്ലൊക്കെ തൊട്ട് നമസ്കരിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങളുടെ വല്യമ്മ ആരതി ഒഴിഞ്ഞ് കയറ്റാണ്. എന്ത് രസമല്ലേ, ഭയങ്കരമായൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ, സൂപ്പർ. നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞേക്കാളും മുന്നേ ഒരു കല്യാണം, പ്രീ കല്യാണം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്, മിക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ചിരവൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിനൊക്കെ തൊട, വിളക്കുന്നേരമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തൊട്ടൊക്കെ കഴിഞ്ഞ് നമസ്കരിച്ചതിനൊക്കെ ശേഷം ഇവൾക്ക് ഇനി വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കൊണ്ടുവന്ന ഡ്രസ്സാണ്, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇത്. ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സ്കേർട്ടും ടോപ്പും ഷോളോട് കൂടിയിട്ട്. അഞ്ചിൻ്റെ വീഡിയോ ഷോർട്സ് ഉണ്ടവർക്ക് അറിയാം, ഞങ്ങൾ ഇതൊക്കെ എടുക്കാൻ പോയൊരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ തട്ടത്തിൻ്റെ ഉള്ളിലായിട്ട് വള, മാല, അവൾക്ക് ഈ ആ ഒരു ഡ്രസ്സിൽ ഒരുങ്ങേണ്ട സാധനങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫേസിൻ്റെ ആർട്ടിസ്റ്റ് ഞാനായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ ഹെയറിൻ്റെ ഒക്കെ ആർട്ടിസ്റ്റുകൾ അമ്മയും അതേപോലെ തന്നെ അഞ്ജുയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം വേഗം ചെയ്യുകയാണ്, കാരണം ഇപ്പോഴേ തന്നെ ചടങ്ങുകളൊക്കെ നല്ല ലാവിഷായിട്ട് ചെയ്തിട്ട് കുറച്ച് ലാഗായിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേജിലിരിക്കുന്നവരുണ്ടാവില്ല, അപ്പോൾ അവരെ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്പീഡായിക്കോട്ടെ എന്ന് എല്ലാവരും പുറമേന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ എൻ്റെയും കുഞ്ഞുവിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഒന്നാട്ടോ. എൻ്റെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് തന്നെയാണ് കുഞ്ഞിന് വാങ്ങിച്ചിട്ടുള്ളത് ചേച്ചി ഒരു സ്ഥലത്ത് നിന്നൊക്കെ. ഞാനത് ഓൺലൈനിൽ മേടിച്ചാണ്, ലാക്മേയുടെ വിറ്റാമിൻ സി സൂപ്പർ ഗ്ലോ എന്ന് പറഞ്ഞിട്ട്. ആ ഷെയ്ഡ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞോള് സെറ്റായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് മുല്ലപ്പ് വെക്കുകയാണ്, അരപ്പട്ടൊക്കെ വെക്കുന്നുണ്ട്, മാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊക്കെ അറിയുന്ന രീതിയിൽ ഞങ്ങളൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഐശ്വര്യമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഒരു സെറിമണി നടക്കുമ്പോൾ പിള്ളേരെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്ത് രസമാണ് സ്കേർട്ടും ടോപ്പും മുല്ലപ്പൊക്കെ വെച്ച് വരുമ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു ഫേസിന് ഒരു പ്രത്യേക ഒരു ഐശ്വര്യം, ഒരു ഗ്ലോ വന്ന പോലെ കേട്ടോ. അപ്പോൾ സ്റ്റേജിലേക്ക് കയറിനേക്കാൾ മുന്നായിട്ട് ഈ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, കുളിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ മറ്റേ ഓലക്കുടൽ വെച്ചിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ ശരിക്കും കല്യാണപ്പെടുകൾക്കൊക്കെ ചൂടൂല്ലേ, അന്യന്മാർ ഇങ്ങനെ കൊണ്ടുവരില്ലേ ഇതേപോലുള്ള ഹാരമല്ലല്ലോ പറയുമോ, ഒരു സംഭവം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ തൊട്ട് ബാക്കിലായിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്, ഞങ്ങളില്ലാത്തൊരു പരിപാടിയില്ലല്ലോ ഗൈസ്. അപ്പോൾ അതും കൊണ്ട് ഇനി നേരെ അവളെ സ്റ്റേജിൽ കൊണ്ടിരുത്താം. ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുക, എല്ലാവരും ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇവളെ ഇങ്ങനെ നേരെ കയറ്റിയിട്ട് ഞങ്ങളുടെ ഡാൻസ് കാരണം ആദ്യം ഡാൻസ് കളിക്കാം, അതിനുശേഷം ഫ്രണ്ടിലായിട്ട് ആ ലഡു സംഭവങ്ങളൊക്കെ വെച്ചാൽ മതി എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞങ്ങളത് കറക്റ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചാൽ മതി എന്നുള്ള കേസ്. ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചേട്ടനും ചേച്ചിയും ആദ്യം അവൾക്ക് മധുരം കൊടുത്തതിന് ശേഷം അവർ കുറച്ച് സ്റ്റില്ലും വീഡിയോസ് എടുത്തതിന് ശേഷം അതൊന്നും ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഡാൻസ് കളിക്കാൻ നിന്നു കേട്ടോ. കണ്ട് ആസ്വദിച്ചോളൂ ഗൈസ് ഞങ്ങളുടെ ഡാൻസ്. ഇപ്പോൾ ഈ ഒരു സോങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ് മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് വേണമെങ്കിൽ ഞാൻ പാടിത്തരാം, പക്ഷെ ഭയങ്കര ബോറായിരിക്കും. നിങ്ങൾ ആ പാട്ട് ആലോചിച്ച് കളിക്കുക കേട്ടോ. ഞങ്ങൾ ഈ ഒരു പാട്ട് സെറ്റാക്കുമ്പോൾ ഞാൻ 5ഉം 6ഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദുനെ വിളിച്ചു, പിന്നെ സച്ചുമണിനെ വിളിച്ചു. പിന്നെ ഇതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ അമ്മൂനടുത്ത് പറയണത്. അപ്പോൾ അമ്മു ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് അവൾ വരുമോ ഇല്ലയെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അമ്മ പെട്ടെന്ന് പഠിച്ചു. ഞങ്ങളൊക്കെ ഉണ്ടായ രീതിയിൽ വേഗം ഞങ്ങളത് പഠിച്ചു. നൈസായിരുന്നു. പക്ഷേ ഈ ഒരു പാട്ടിനൊപ്പം ഈ ഒരു ഡാൻസിനൊപ്പം അതിൻ്റെ പാട്ടും കൂടി ഉണ്ടെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫീല് കിട്ടിയേനെ. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ പാട്ടായിട്ട് എടുത്തത് മറ്റേ പെണ്ണി നിൻ കല്യാണമായി അതിൽ പാറുണ്ടോ നിങ്ങൾ നോക്കിക്കോ, പാറു ഫുള്ളു
ചില ഫുള്ള് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഞങ്ങളൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുക പറയുന്നത് അത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. അതായത് നോക്കിയൊക്കെ കളിക്കാണ്ട് നമ്മൾ വലിയവർക്ക് തന്നെ എത്ര പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തെറ്റില്ലേ. പക്ഷെ അവൾ അടിപൊളിയാട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറയില്ല, ഞങ്ങൾ 2 ദിവസം കൊണ്ട് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ 2 ദിവസം കൊണ്ട് തന്നെ പഠിപ്പിച്ചത്. ഞങ്ങൾ ആദ്യം പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളെത്ര പ്രാക്ടീസൊന്നും അവൾക്ക് ഞങ്ങൾ എടുക്കാറില്ല. കാരണം അവളെ മൂടനുസരിച്ചാണ് അവൾ വരിക. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അവൾ അങ്ങനെ കിട്ടില്ലല്ലോ സ്കൂളിലൊക്കെ പോണതിലൊക്കെ ഉണ്ട്. മറ്റേ സ നീ നി സ സ ര സ സ നീ നി സ സ ര സ നീ നി സ സ ര സ അതൊക്കെയാണ് കണ്ടവൾ. പിന്നെ കുറേയൊക്കെ മുപ്പര് ജസ്റ്റൊക്കെ ഒന്ന് നോക്കും കറക്റ്റാണോ സംഭവമൊക്കെ ഇരുന്നു. പക്ഷെ മുപ്പർക്ക് ആ ഒരു വഴക്കുണ്ട്. ഞങ്ങളൊപ്പം തന്നെ എല്ലാവരും പറയായിരുന്നു കേട്ടോ, നിങ്ങളെല്ലാവരും നോക്കണത് പാറുക്കുട്ടീനെയാണ് നോക്കണത്. അവളെത്ര അടിപൊളിയായിട്ട് കളിച്ചു എന്നറിയും, ഓരോ സ്റ്റെപ്പ് എത്ര ക്ലാരിറ്റിയോട് കളിച്ചു എന്നറിയും. അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ ഇതിൽ ആരും അല്ലല്ലേ അതൊക്കെ പറഞ്ഞ് നൈസായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ തന്നെ കളിക്കുമ്പോൾ വലിയൊരു നാണക്കേടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനായിട്ട്. അപ്പം ഞാൻ അഞ്ജുനായാലും ഇവരൊക്കെ ആയാലും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും എല്ലായിടത്തും കളിക്കാനായിട്ടും. പക്ഷേ ആ ഒരു സമയം എടുക്കും തോറും എനിക്ക് ചില ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നമുക്ക് പറ്റുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ കളിക്കണം. പിന്നെ കുറച്ചും കൂടി വയസ്സായിട്ട് നമ്മൾക്കാളും ചെറിയ പിള്ളേർ അതേപോലെ സ്റ്റേജിൽ കളിക്കുമ്പോൾ നമ്മൾ കഴിച്ചു എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ കളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ കളിക്കാൻ അറിയാവുന്ന ആളല്ലേ, അപ്പോൾ എന്തെങ്കിലും കളിക്കാൻ അവസരം ഉണ്ടായിട്ട് പോലും നമ്മൾ അങ്ങനെ വിട്ട് കളയരുത്. നമ്മൾ മാക്സിമം നമ്മൾക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡാൻസ് കളിക്കണം. പാട്ട് പാടാൻ അറിയുന്നവരാണെങ്കിൽ പാട്ട് പാടണം. അപ്പോൾ ഗൈസ് ഈ പാട്ട് മറ്റേ ഞങ്ങളുടെ ദേശീയ ഡാൻസ് ആയിട്ടുള്ള ദേശീയ ഗാനമായിട്ടുള്ള ചുണ്ടത്ത് തെച്ചിപ്പൂ ചെണ്ട് വിരിഞ്ഞു ആ സംഭവം കേട്ടോ. കാരണം ആ ഒരു പാട്ടെടുത്തത് കൂടുതൽ സ്റ്റെപ്പുകൾ പുറമേ നിന്ന് പഠിക്കണ്ടല്ലോ. ഞങ്ങൾ ഇവരെ ബർത്ത്ഡേ ആ ഒരു ടൈം തൊട്ടേ ഞങ്ങൾ കളിക്കുന്നതാണ്. അപ്പോൾ പിന്നെ സുഖമല്ലേ, ഞങ്ങൾക്ക് അറിയാം. പിന്നെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് വന്ന് അവരെ പഠിപ്പിച്ച് കുറച്ച് ബുദ്ധിമുട്ടല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള കമൻസൊക്കെ കിട്ടി. ഇനി ഇതേ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ വല്യമ്മക്ക് മാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പാദസരമൊക്കെ ഇടിച്ചു. പിന്നെ നമ്മൾ കൊടുത്തത് ഒരു വളയാട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് 2 കേക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ചേട്ടന്മാരുടെ നിരനിരയായി നിൽക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഇവർക്ക്. അല്ലൂനും അതിനും പ്രത്യേകിച്ചിട്ടാണ്. കാശിക്കുട്ടനും പണ്ട് ഇഷ്ടമായിരുന്നു, പക്ഷെ അല്ലൂനും അതിനും കുറച്ചുകൂടി ഇഷ്ടം കൂടുതലാണ്. ഹാപ്പി ബർത്ത്ഡേ ടു. അപ്പോൾ പാറുമോളാണ് കുഞ്ഞോളേച്ചിക്ക് ഇതേ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതേ അയിനിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അയിന് ചെന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അയിനൂന് കുഞ്ഞുളേച്ചിയുടെ വായിൽ മധുരം കൊടുക്കുന്നുണ്ട്. അവരും ചെന്നെടുക്കുന്നുണ്ട്. അവർ ഭയങ്കര ഇപ്പം ഞങ്ങൾ പറഞ്ഞു അടുത്ത തലമുറയാണ് ദേ നിൽക്കുന്നത്. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നോക്കിക്കോളും, നമുക്കിനി പേടിക്കണ്ട, അവരായി അവരെ പാടായി. ശരിയാട്ടോ, അടുത്തൊരു തലമുറയാണ് ഈ നിൽക്കുന്നത്. ഇവരെ നിതീഷ്, നിഖിൽ, വലിയേട്ടൻ, കുഞ്ഞാവ, മുത്ത്, അച്ചു, അപ്പുക്കിച്ചു കുറച്ച് പേരുണ്ട്. അവരൊക്കെ പോലെ തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആൾക്കാരാണ് വരുന്ന തലമുറ. അപ്പോൾ ലീനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മേനെ ഞാൻ ഇവിടെ എന്ത് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അമ്മനെ ഞാൻ വിളിച്ചു വരുത്തും. കാരണം എനിക്ക് ഒന്ന് ഫ്രീ ആവണമെങ്കിൽ അമ്മ വരണം. ഒന്നാമതിൽ സീതമ്മയ്ക്ക് ഇപ്പം മുട്ടുവേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് ഉണ്ണിയാളെ എടുത്തിട്ടൊന്നും അധികം നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല. കണ്ണച്ചനുണ്ടായിരുന്നു, സിജമ്മ ഉണ്ടായിരുന്നില്ല. സിജമ്മയ്ക്ക് ഒന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ വക കുറച്ച് എന്താ പറയുക, പിന്നെ ഞങ്ങളെ വക കുറച്ച് നിങ്ങൾ കണ്ടോളൂ. അത് ഫോട്ടോ സെക്ഷനുകളായിരുന്നു. ഞങ്ങൾക്ക് അതുപോലെ നമ്മളൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആണ് അവരെ കൂടെ നിൽക്കാനൊക്കെ ആയിട്ട്. അതായത് ക്യാമറ ടീംസിൻ്റെ കൂടെ നിൽക്കാനായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടും കോമഡി അടിക്കാനായിട്ടും ചള്ളി അടിക്കാനൊക്കെ ആയിട്ടും ഭയങ്കര ഫ്രീഡാണ്. നമുക്കൊരു നാണക്കേടോ സംഭവങ്ങളില്ല. അതായത് അറിയാത്തവരാണെങ്കിൽ കുറച്ച് ഒരു ബാക്ക് വഴിയില്ല വേണ്ടത് പറയണ്ട, അവരെന്ത് വിചാരിക്കും. ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ കൊടുത്തത് ശരിയായില്ലടാ, അല്ലടാ ഞാൻ കൊടുത്തത് ശരിയല്ല, ഏട്ടാ ഞാൻ ചിരിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്, എടാ വീഡിയോയ്ക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം സീതമ്മ പറയുന്നുണ്ടായിരുന്നു എൻ്റെയും അമ്മേരെയും അഞ്ജുവിൻ്റെയും പാറൂസിൻ്റെ ആയിട്ട് നിന്നിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ഫോട്ടോ വേണമെന്ന്. അപ്പോൾ പുറത്ത് വെച്ചെടുക്കാമെന്നായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു. പക്ഷെ പുറത്താണെങ്കിൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ഭയങ്കര പാച്ച് വീഴും. അതുകൊണ്ട് സ്റ്റേജിൽ തന്നെ നിന്നിട്ട് ഞങ്ങൾ 4 പേരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന് ഉടൻ വൈകാതെ ഞങ്ങളത് ഫ്രെയിം ചെയ്ത് വെക്കണം. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസേ വീട്ടിലുള്ളൂ. ഇനി അത് അമ്മേരെയും ഞങ്ങളൊന്ന് ഫോട്ടോസായിട്ട്
അത് ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഇല്ല. അപ്പോൾ എന്തായാലും അതൊരെണ്ണം എടുത്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എടുക്കാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അതെന്താണെന്ന് അറിയില്ല കേട്ടോ, ഒരു രസം. അത് വീണ്ടും ഇരുന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും ഒരു രസം. അങ്ങനെ പരിപാടി അടിപൊളിയായിരുന്നു, നൈസായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രശ്നം മീൻസ് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ കൊതിച്ചിരുന്ന കാത്തിരുന്നിരുന്ന ഒരു വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കണ്ടു നിൽക്കാനൊക്കെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളും കൂടി ഹാപ്പി ആവും അവളുടെ ആ ഒരു ചടങ്ങിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചുള്ള കമൻസൊക്കെ പറയാം. ഞാൻ സാരി എടുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ ഈ ഒരു സാരി എടുക്കാൻ പിന്നെയും കുഴപ്പമില്ല. കുറച്ചങ്ങനെ എടുക്കുന്ന സാരിയാണ്, അതിങ്ങനെ പൊന്തി നിൽക്കാത്തൊക്കെ ഒരു സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരി എടുക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു അന്നത്തെ തൊട്ട്. അയ്യോ ഈ ദിവസം സാരി എടുക്കണ്ടേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ നല്ല ഫങ്ഷനായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ, സീ യു.